ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ഇനി മുതലുള്ള ദിവസങ്ങൾ മാത്തമാറ്റിക്സ് എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഫുൾ A+ലേക്കും അതോടൊപ്പം തന്നെ ഫുൾ മാർക്കിലേക്കും, ഫുൾ A+ ഉദ്ദേശിച്ചത് മാത്തമാറ്റിക്സിൽ A+ലേക്കും അതോടൊപ്പം തന്നെ ഫുൾ മാർക്കിലേക്കും എത്തുക എന്നതിനെ പറ്റിയിട്ടാണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം നിങ്ങൾ എല്ലാ SSLC ഫ്രണ്ട്സിനും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒന്ന് അയച്ചു കൊടുക്കുക പ്രിയപ്പെട്ട മക്കളെ. 13-ാം തീയതി, 14-ാം തീയതി, 15-ാം തീയതി ആൻഡ് 16-ാം തീയതി രാവിലെ ഇത്രയും സമയം നമ്മുടെ മുന്നിലുണ്ട്. 13-ാം തീയതി നിങ്ങൾ ഹിന്ദി എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തും. അന്നൊരു വെള്ളിയാഴ്ചയാണ്, കുറേ ആളുകൾക്ക് പള്ളിയിൽ പോകേണ്ടതുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മൾ എല്ലാ പരിപാടിയും നമ്മൾ അവസാനിപ്പിച്ച് നിങ്ങൾ എവിടേക്ക് വരേണ്ടതുണ്ട്? നമ്മുടെ സൈലം SSLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് വരേണ്ടതുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ഒരു പക്ഷേ 2 മണിക്കായിരിക്കും. സോ തീർച്ചയായിട്ടും നിങ്ങൾ 3 മണിയാകുമ്പോഴേക്കും നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും ആ ലൈവിലേക്ക് നിങ്ങൾ വരിക. ആ ലൈവിൽ നമ്മളൊരു മാരത്തോൺ ആണ് പോകുന്നത്. ഡേ നൈറ്റ് മാരത്തോൺ എന്ന് വിളിപ്പേരിട്ടുകൊണ്ടാണ് ഈ കാണുന്ന മാരത്തോൺ പോകുന്നത്. അതിന് പ്രധാനമായിട്ടൊരു റീസൺ ഉണ്ട്. പകൽ സമയത്തും അതോടൊപ്പം തന്നെ രാത്രി സമയത്തും അല്പം വൈകിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. കാരണം നമുക്ക് 13 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പറഞ്ഞ് ആ ചോദ്യങ്ങളിലുള്ള ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെല്ലാം പഠിപ്പിച്ച് തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈവിലേക്ക് പോകുന്നത്. ഏകദേശം 12 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഒരു ലൈവായിരിക്കും നമ്മുടെ ഈ വരുന്ന 13-ാം തീയതി, അതായത് ഹിന്ദി എക്സാം കഴിഞ്ഞ അന്ന് പകൽ സമയത്ത് നമ്മൾ നടത്താൻ പോകുന്നത്. സോ അതിനുശേഷം നിങ്ങളൊരു 3:30 ആകുമ്പോൾ, പുലർച്ചെ ഒരു 3:30 ആകുമ്പോഴാണ് നമ്മുടെ സൈക്കിൾ പറയുന്നത്. സോ അതിന് മുമ്പേയൊക്കെ ഉറക്കം വരുന്ന ആളുകൾ, ചിലപ്പോൾ ഉറക്കം ഒഴിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് അവരുടെ സമയമാകുമ്പോൾ ഉറങ്ങിയിട്ട് രാവിലെ ആ കാണുന്ന ലൈവ് വീണ്ടും റിവൈസ് ചെയ്ത് കാണുക. സോ എന്തിനാണെങ്കിലും ആ ലൈവ് നിങ്ങൾ കാണൽ മസ്റ്റാണ്. കാരണം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഒരു 3:30 മുതൽ രാവിലെ 11:30 വരെ നിങ്ങൾ ഉറങ്ങുക. നിങ്ങൾ കൂളായിട്ട് ഉറങ്ങുക. ഉറങ്ങിയതിന് ശേഷം അത്രയും മണിക്കൂർ എന്തായാലും ഉറങ്ങണം കേട്ടോ. മിനിമം നിങ്ങൾ അത്ര മണിക്കൂർ ഡ്യൂറേഷൻ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. നിങ്ങൾക്ക് സമയം ഏത് സമയത്താണ് ലൈവ് കാണുന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ 3:30 മുതൽ 11:30 വരെ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന സ്ലീപ്പ് അവർ ആണ്. അതായത് ഉറപ്പായിട്ടും 3:30 ഒന്ന് നോക്കി 4:30, 5:30, 6:00, 7:00, 8:30, 9:30, 10:30, 11:30 8 മണിക്കൂർ നമുക്ക് ഉറങ്ങണം. തലേദിവസം 8 മണിക്കൂർ മസ്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങണം. അത് കഴിഞ്ഞ് 14-ാം തീയതി രാവിലെയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. 11:30 മുതൽ 12:30 വരെ നിങ്ങൾക്ക് റീഫ്രഷ് ടൈമാണ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. ബ്രേക്ക്ഫാസ്റ്റിന് അതിന് മുമ്പ് ചിലപ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാട്ടെവർ നിങ്ങൾ ഏകദേശം ഒരു മണിക്കൂർ നിങ്ങൾ കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട്, അതായത് അത്രയും എനർജിയോട് കൂടി വേണം നിങ്ങൾ വീണ്ടും സ്റ്റഡി ടേബിളിലേക്ക് ഇരിക്കാൻ. ഈ ക്ലാസ് ഇതിൽ സ്റ്റഡി ടേബിളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. കൂടാതെ തന്നെ ഇത് എങ്ങനെയാണ് എഫക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ 12:30 മുതൽ 2:30 വരെ നമ്മൾ ഇന്നലെ കണ്ട, അതായത് ആ മാരത്തോണിൽ കണ്ട എല്ലാ സ്ലൈഡുകളും ഒന്ന് റിവൈസ് ചെയ്യണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ എളുപ്പമുള്ളതുണ്ടാവും, ടഫുള്ളതുണ്ടാവും. അതിൽ ടഫുള്ള ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ടോപ്പിക്ക് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ചെയ്യാൻ പറ്റാത്തതോ ആയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മാക്സിമം ന്യൂസ് പ്രിൻറ്റുകളോ അല്ലെങ്കിൽ റഫായിട്ടുള്ള നോട്ട്ബുക്കുകളോ നിങ്ങൾ കയ്യിൽ കരുതണം. സാധാരണ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കാൻ നിൽക്കരുത്. കാരണം കുറേ നമുക്ക് എഴുതാനും പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ന്യൂസ് പ്രിൻറ്റ് വാങ്ങുന്നത് നല്ലതാണ്. ഒരു അത്യാവശ്യം നല്ലൊരു കട്ടി ന്യൂസ് പ്രിൻറ്റ് നിങ്ങൾ വാങ്ങിക്കും. ഒരു 10, 30, 40 രൂപയ്ക്ക് നിങ്ങൾ ന്യൂസ് പ്രിൻറ്റ് വാങ്ങിക്കോ. അതൊക്കെ നമുക്ക് എഴുതി തീർക്കാനുണ്ടോ, അതിലൊന്നും പേടിക്കേണ്ട. അപ്പോൾ 11:30 മുതൽ 12:30 വരെ നിങ്ങൾ ബ്രേക്ക് എടുത്തതിന് ശേഷം 12:30 മുതൽ 2:30 വരെ നമ്മൾ റിവൈസ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷനാണ്. അതായത് മൊത്തത്തിൽ ചെയ്ത് നോക്കാമെന്നല്ല, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഓരോ ചോദ്യവും നിങ്ങൾക്ക് എളുപ്പമുള്ളതും ടഫായിട്ടുള്ള ചോദ്യം ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം. 2:30 മുതൽ 3 മണി വരെ നിങ്ങൾക്ക് ബ്രേക്കാണ്. വീണ്ടും നിങ്ങൾ ചെറിയ ബ്രേക്ക് എടുക്കുക. 3 മണി മുതൽ രാത്രി 1 മണി വരെ ഏകദേശം നമ്മളൊരു 10 മണിക്കൂറോളം ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മാത്തമാറ്റിക്സിൽ എല്ലാ ചാപ്റ്ററിലുള്ള ടോപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സാധാ ക്വസ്റ്റ്യൻസ് അല്ല. ആ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒന്നും അറിയാത്തൊരു കുട്ടി അവിടെ വന്നിട്ട് കാര്യമില്ല. അതായത് തലേ ദിവസത്തെ മാരത്തോൺ കൃത്യമായിട്ട് കണ്ട കുട്ടിക്ക് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് അത്രയധികം ബെനിഫിറ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ചാപ്റ്ററിനെ പറ്റി ഐഡിയ ഉള്ള കുട്ടിക്കും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. ഒന്നും അറിയാത്തൊരു കുട്ടി ടോപ്പ് ലെവൽ വന്നാൽ കൂടുതൽ കമൻറ്റുകൾ നമ്മൾ കാണാൻ പോകുന്നത് മനസ്സിലായില്ല സാറിനായിരിക്കും. അതുകൊണ്ട് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിന് ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ആ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആ നിലവാരത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അത് എല്ലാ ചാപ്റ്ററിലെയും ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ ആയിരിക്കും ഉള്ളതുണ്ടാവും. ഏകദേശം 10 മണിക്കൂറോളം അതിനും ദൈർഘ്യമുണ്ടാവും. നമുക്കറിയാം ചില ചാപ്റ്ററുകൾക്ക് എളുപ്പമുണ്ട്, പക്ഷേ എളുപ്പമുള്ള ചാപ്റ്ററിലും ടഫുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അന്ന് നമ്മൾ 1 മണി മുതൽ 1:30 വരെ ചെറിയ ബ്രേക്കോ ഫുഡോ ഒക്കെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കഴിക്കാം. ഈ ലൈവിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ടൈം കണ്ടെത്തട്ടോ, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ മിസ്സായി പോകുന്ന ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വീണ്ടും റിവൈസ് ചെയ്ത് ഏതെങ്കിലും സമയം നോക്കിയിട്ട് കണ്ടാൽ മതി, അതൊന്നും പ്രശ്നമല്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫോണിൻ്റെ മുന്നിലിരിക്കണം, ക്ലാസ്സുകൾ കാണുന്നതല്ല ഇതിൻ്റെ ഒന്നും അർത്ഥം. നിങ്ങൾ 1 മണിക്കൂർ കഴിയുന്ന സമയത്ത് 5 മിനിറ്റ് ഒരു കോഫി കുടിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ കുറേയൊക്കെ മോട്ടിവേഷൻ ഒക്കെ തരുന്ന സമയങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് അടിച്ചുകൊണ്ട്, ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് സ്കിപ്പ് അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആണെങ്കിൽ കാണാം.
പക്ഷേ മോട്ടിവേഷൻ തരുന്നത് എപ്പോഴും നിങ്ങൾക്ക് വീണ്ടും ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കാണുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. എന്നാലും നമുക്കറിയാം ക്ലാസ് എടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടീച്ചറും ക്ലാസ് എടുക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പോയിട്ട് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ചു വരാം. അതിനൊക്കെ വേണ്ടിയുള്ള സമയം കൂടിയായിട്ട് അത് കൺസിഡർ ചെയ്താൽ മതി. കാരണം നിങ്ങളുടെ റിസൾട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അതിനുവേണ്ടി ഞങ്ങൾ എന്തിനും റെഡിയാണ്. അതിനുശേഷം 1:30 മുതൽ രാവിലെ 9:30 വരെ ഉറങ്ങുക. ഏകദേശം ഒരു 8 മണിക്കൂറോളം അവിടെയുണ്ട്. 2:30, 3:30, 4:30, 5:30, 6:30, 7:30, 8:30, 9:30 8 മണിക്കൂർ സ്ലീപ്പ് സൈക്കിൾ നമ്മൾ ഈ 2 ദിവസം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 8 മണിക്കൂർ തന്നെ നിങ്ങൾ ഉറങ്ങുക. സമയം ഏത് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ക്ലാസ്സുകൾ മിസ് ചെയ്യേണ്ട. അതിനുശേഷം 15-ാം തീയതിയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. അതാണ് കുറച്ചധികം ഷെഡ്യൂളുകൾ വരുന്നത്. കാരണം അത് പകൽ ദിവസം നമുക്ക് ലൈവ് ഇല്ല. പകൽ ദിവസത്തിൽ നമുക്ക് ലൈവ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 2 ദിവസം പകലും രാത്രിയായിട്ട് നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ച ആൾക്കാരാണ്. പരീക്ഷയുടെ തലേന്ന് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്താൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ള ഒരു സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട് പകൽ ദിവസം നമ്മൾ ലൈവ് അധികം തരില്ല. പകൽ ദിവസം നിങ്ങൾക്ക് കിടന്നുറങ്ങണമെങ്കിൽ കുറച്ച് ഉറങ്ങാം. 2 മണിക്കൂറൊക്കെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. 9:30 മുതൽ 10 മണി വരെ നിങ്ങൾക്ക് റീഫ്രഷ് ആണുള്ള സമയമാണ്. ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം 10 മണി മുതൽ 12 മണി വരെ റിവിഷനാണ്. ഞങ്ങൾ തലേ ദിവസം എന്താണോ പഠിച്ചത് അതൊന്ന് റിവൈസ് ചെയ്യുക. 12 മണി മുതൽ 2 മണി വരെ ബ്രേക്കാണ്. നിങ്ങൾക്ക് ആ സമയത്ത് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം, ഒന്ന് മൈൻഡ് ഫ്രഷ് ആവാം, നിങ്ങൾക്ക് പുറത്ത് പോകണമെങ്കിൽ പോകാം, കുളിച്ച് മാറ്റാം, എല്ലാം എന്ത് ചെയ്യാം. ഉറങ്ങുന്നതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. 2 മണി മുതൽ 4 മണി വരെ നിങ്ങൾക്ക് വീണ്ടും സ്റ്റഡി ടൈമാണ്. അത് നിങ്ങൾ സാധാരണ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാം. 4 മണി മുതൽ ഒരു 4:30 വരെ ചെറിയ ബ്രേക്ക് വീണ്ടും തരുന്നുണ്ട്. അപ്പോൾ ബ്രേക്കുകൾ ഒരുപാട് വരുന്നുണ്ട്. അത് നിങ്ങളത് യൂസ് ചെയ്യുക. 4:30 മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. അതായത് വരക്കാനുള്ള ചോദ്യം. നിങ്ങൾ എത്രത്തോളം അടിപൊളിയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും, നിങ്ങൾക്ക് വരക്കാനുള്ള ചോദ്യങ്ങൾ അറിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അതൊന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ടോപ്പിക്കും ഒന്ന് കവർ ചെയ്യണം. അതായത് നമ്മളെ ലൈവുകളിൽ തന്നെ നമ്മൾ റെക്കോർഡ് വീഡിയോകളിലൊക്കെ അവൈലബിൾ ആണ്. ആ വീഡിയോസ് ഒന്ന് റിവൈസ് ചെയ്യുക, ചോദ്യങ്ങൾ എടുക്കുക, നിങ്ങൾ തന്നെ വരച്ചു വെക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വരച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് റീട്രൈ ചെയ്യുക. അതേ ഉള്ളൂ. പിന്നെ കൺസ്ട്രക്ഷനിൽ നിങ്ങൾക്ക് ടഫായിട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിസ്കസ് ചെയ്യും. വരക്കാനുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതല്ല, അതിൻ്റെ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും പറഞ്ഞുതരും. പിന്നെ 4:30 മുതൽ 6 മണി വരെ നമ്മൾ കൺസ്ട്രക്ഷൻ പറഞ്ഞു. 6 മണി മുതൽ 7 മണി വരെ എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കാം. ബ്രേക്ക് എടുക്കണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. നമ്മളെ ഷോർട്ട് വീഡിയോകൾ കാണെങ്കിൽ അത് കാണാം. അതായത് ഷോർട്സുകൾ ഉണ്ടാവും, 1 മാർക്കിൻ്റെ ഒക്കെ കുറേ ചോദ്യങ്ങൾ വരും, അതൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ 7 മണി മുതൽ 11 മണി വരെ അത് ഒരു കാരണവശാൽ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. 15-ാം തീയതി തലേ ദിവസം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ കാണേണ്ട 4 മണിക്കൂറിൻ്റെ ലൈവ് ഉണ്ട്. ഒരു 4 മണിക്കൂറാണ് നമ്മൾ വിചാരിക്കുന്നത്. മാക്സിമം 4:30 പോകേണ്ടതില്ല. മാക്സിമം 11 മണി ആകുമ്പോഴേക്കും വൈൻഡപ്പ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അതായത് നമുക്ക് പരീക്ഷയ്ക്ക് വരും 99% ഉറപ്പുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഒരു ബണ്ടിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ആകെ 27 ചോദ്യം പരീക്ഷയ്ക്ക് വരുള്ളൂ. ആ 27 ചോദ്യത്തിൽ 4 മണിക്കൂറിൽ നമ്മൾ ചിലപ്പോൾ ഒരു 60, 70, 80, 90 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിപ്പിക്കും. അപ്പം ഒരു ടോപ്പിക്, അതായത് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് ഭാഗം ഉണ്ടാവും. 3 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ 3 ടോപ്പിക്കിലത്തെ ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തും. അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും പരീക്ഷയ്ക്ക്. അപ്പം അങ്ങനെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ലൈവുകൾ വരുന്നത്. 11 മുതൽ 11:30 വരെ നിങ്ങൾക്ക് ബ്രേക്ക് എടുത്തിട്ടോ ഇനി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്വിക്ക് റിവിഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു 5:30 ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 11:30 മുതൽ 11:30 PM മുതൽ 5:30 AM ആകുമ്പോൾ നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കുക. എന്നിട്ട് അരമണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ റിവൈസ് ചെയ്യാം. ഇനി റിവൈസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഒന്ന് ക്വിക്കായിട്ട് നോക്കിയിട്ട് പോയാൽ മതി. 6 മണിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് വീണ്ടും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പോവാണ്. അപ്പോൾ തലേ ദിവസം നമ്മൾ 3 ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ 3 ടോപ്പിക്ക് പഠിപ്പിക്കും. എന്നാൽ രാവിലത്തെ ലൈവിൽ 3-ൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണോ അതായിരിക്കും പഠിപ്പിക്കുക. അങ്ങനെ എല്ലാ ചാപ്റ്ററിലെയും 27 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് പക്ക നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ സാധാരണ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, അതും കൂടി വിലയിരുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പ്രത്യേക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ അതിൽ നിന്നും ചോദ്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ശരിക്ക് നമ്മൾ മോഡൽ പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ SCRT തന്നെ പുറത്തിറക്കിയ സെറ്റ് A ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. പക്ഷേ അതിന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. സോ ഈ സെറ്റ് എയും സെറ്റ് ബിയും സെറ്റ് സിയിലൊക്കെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ഞങ്ങൾ തരും. സോ ഈ വീഡിയോനെ പറ്റിയുള്ള ഏറ്റവും വിലപ്പെട്ട അഭിപ്രായം നിങ്ങളുടെ ഹൃദയഭാഗത്ത് നിന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. സോ മാക്സിമം എല്ലാ SSLC ഫ്രണ്ട്സും ജസ്റ്റ് ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ ഉപകാരപ്പെടും. ഈ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടെന്നും കൂടി നിങ്ങൾ പറയണം. കുറച്ച് കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ട് എന്താണെന്ന് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നമുക്ക് മാരത്തോണുകളിലും ലൈവുകളിലും ഒക്കെ കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നിങ്ങൾ ഏതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ബൈ.